നീ എന്തോ നോക്കിയിട്ടിരിക്കണേ? കൊച്ചു കിടന്ന് കരയല്ലേ? വാ 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 വാ. ഡി, കൊച്ചിന് കുറച്ച് പാല് കൊടുക്ക്. ഞാൻ നേരത്തെ കൊടുത്തോ? നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് വിശന്നിട്ടല്ലേ കരയുന്നേ? അമ്മ എനിക്ക് വയ്യ. നിനക്ക് വയ്യെന്നാ? നിനക്കെന്തിനാ ഇവിടെ മലമറിക്കണ പണി? ഇപ്പൊ ജോലിക്ക് പോണില്ല, വീട്ടു ജോലി ചെയ്യണത് ഞാൻ. പിന്നെ ഈ കൊച്ചിന്റെ കാര്യം നിനക്ക് നോക്കാൻ വയ്യേ? എടി, നീ ആദ്യം ഈ റൂമിൽ ചടഞ്ഞിരിക്കണതൊന്ന് നിർത്തുവോ? ഈ കൊച്ചിനെ നോക്കാൻ വരണവർ നിന്റെ കോലം കണ്ടിട്ട് എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അമ്മ എനിക്ക് കുറച്ച് മനസ്സമാധാനം തരുമോ? നിക്ക്, നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ വന്നത് പോലും ശ്രദ്ധിക്കുക. നിന്റെ ഭാര്യയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അല്ലാതെ എന്നോടുള്ള ദേഷ്യം ആ കൊച്ചിൻ്റെ അടുത്തല്ല കാണിക്കേണ്ടേ. അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് അമ്മയോട് എന്താ ദേഷ്യം? നിനക്കൊന്നും അറിഞ്ഞൂടാ. ആ കൊച്ചു കിടന്ന് കരഞ്ഞ അവൾക്ക് അവളെ എടുക്കാൻ പോലും വയ്യ, കൊച്ചിന് പാല് കൊടുക്കാൻ വയ്യ. എത്രന്ന് പറഞ്ഞിട്ടാ ഇതൊക്കെ കണ്ടിട്ട് ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂ? നമ്മൾ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ചാടി കടിക്കാൻ വരും. അമ്മ കുറച്ച് ദിവസമായിട്ടുള്ള ആകെ മൂഡ് ഓഫാ. എൻ്റെ അടുത്ത് തന്നെ നേരെ സംസാരിക്കാറില്ല. ചിലപ്പോൾ കുഞ്ഞൊക്കെ ആയതിൻ്റെ ഒരു ചേഞ്ച് ആയിരിക്കും. കുഞ്ഞുണ്ടായ സന്തോഷിക്കല്ലേ വേണ്ടത്. ഞാനും നിന്റെ ചേച്ചി രണ്ട് പെറ്റതാ, ഞങ്ങളൊന്നും ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. അമ്മ ഒന്ന് സമാധാനപ്പെടും, ഞാൻ അവളോട് ചോദിക്കാം. എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നേ? അമ്മ വല്ലതും പറഞ്ഞോ? നീ ഒന്ന് കരയാതെ കാര്യം പറയേ. എനിക്കറിയില്ല. എടി, നീ എന്താ ഇപ്പൊ ഇങ്ങനെ? നീ വാ തുറന്ന് പറഞ്ഞാലേ കാര്യം എനിക്ക് മനസ്സിലാവൂ. ചുമ്മാ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? സുനിൽ, എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയത്. നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടി എത്ര ആഗ്രഹിച്ചതാ. പക്ഷെ എനിക്കിപ്പോ നമ്മുടെ കുഞ്ഞിനോട് ഒരു അറ്റാച്ച്മെന്റും തോന്നുന്നില്ല. എടി, നീ ഇത് എന്തൊക്കെയായി പറയുന്നേ? അതൊക്കെ നിന്റെ വെറും തോന്നലാ. ചാന്ദിനി, നീ ഇപ്പൊ ഒരു അമ്മയാണ്, കുറച്ചുകൂടെ മെച്യൂറായിട്ട് പെരുമാറ്. എൻ്റെ അമ്മ ഇപ്പൊ അത് തന്നെയാ പറഞ്ഞേ. നീ എന്താ കുഞ്ഞിന് പാല് കൊടുക്കാത്ത? കുഞ്ഞ് 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 നിങ്ങൾക്ക് അമ്മയ്ക്ക് കുഞ്ഞിനെ മാത്രം മതിയല്ലോ. എന്റെ കാര്യമൊന്നും ആർക്കും അറിയണ്ട. നിങ്ങൾ എന്നെ 9 മാസം നോക്കിയതുപോലെ ഈ കൊച്ചിന് വേണ്ടിയിട്ടല്ലേ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഈ കൊച്ചിന്റെ കരച്ചിൽ കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്താവോ? കുഞ്ഞുങ്ങളായ പിന്നെ കരയില്ലേ? എല്ലാ അമ്മമാരും ഇതൊക്കെ തന്നെയാ ഗോത്രോ ചെയ്യുന്നത്. കൊച്ചിന്റെ കരച്ചിൽ അത്ര നോർമൽ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വേറെ റൂമിൽ പോയി കിടക്കുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം കളയാൻ വയ്യ. എടി, എനിക്ക് നിന്നെ പോലെ വെറുതെ വീട്ടിൽ കുത്തിരിക്കാനേ മെറ്റേണിറ്റി ലീവൊന്നും ഇല്ല. നമുക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യ. എന്നിട്ടും ചക്രമണിയെ, നീ ചക്കരേ, ചിറ്റമ്മ കാണാൻ വന്നപ്പോ നീ കിടന്നുറങ്ങുവാനോടി? ചക്രമണി, നീ ചേച്ചി, ഇത് എന്തൊരു കോലമാടി. 4 മാസമായപ്പോഴത്തേക്ക് ഈ പരുവായ? നീ തന്നെ പറഞ്ഞോട് നിന്റെ ചേച്ചി എടുത്ത്. ഏത് സമയം ഈ ഇരിപ്പ. നമ്മൾ പറഞ്ഞ ആര് കേക്കാൻ? എന്താ വിളിച്ചേ? എടാ, അവൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിക്കണില്ല. ഞാൻ പറഞ്ഞ അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്തോ.
നീ എങ്ങനെയെങ്കിലും ഈ ദോശ ഒന്ന് കഴിപ്പിക്കും. ഇതാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കരണ്ട 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 ഡി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇല്ല 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 കരണ്ട 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 കൊച്ചിനെ പിടിച്ചേ നീ കരയണമില്ലേ കൊച്ചു പിടിക്കാം. ഓ ഇല്ല 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 ഓക്കെ ഓക്കെ. ഞാൻ കിടക്കാൻ പോവാണ്. മണിക്കൂർ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആരെങ്കിലും ഇവിടെ ചത്ത? നമ്മൾ എത്ര തന്നെ നോക്കിയാലും അവൾക്ക് ഒരു കാര്യവുമില്ല. അവളുടെ അമ്മയെ തന്നെ വന്ന് നിൽക്കാൻ പറയണം. മനുഷ്യനെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ എന്താ പ്രശ്നം എന്നൊന്ന് പറയാവോ? അവളെന്താ ഇങ്ങനെ? ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ ഇതുപോലെ വേദനിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ ചാന്ദിനി ഇങ്ങനെ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്രമാത്രം സിവിയറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? ചാന്ദിനി ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പോസ്റ്റ്മോർട്ടം? ഈ പ്രസവശേഷം എല്ലാ സ്ത്രീകൾക്കും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അത് പലരെയും മാനസികമായിട്ട് ബാധിക്കാറുണ്ട്. മിക്ക അമ്മമാർക്കും ഇതൊരു 2 ആഴ്ചയോളം ഈ ഫീൽ നിൽക്കാറുണ്ട്.
അതത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല. ഇതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയും. പക്ഷെ ചിലർക്ക് ഈ വിഷാദം മാസങ്ങളോളം നീണ്ടു നിൽക്കാം. ഈ അവസ്ഥയെ കൃത്യസമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സിവിയറായി ഒന്നുകിൽ സ്വന്തമായോ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ വരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. തക്ക് എനിക്കോ എൻ്റെ മോക്കോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ അവക്ക് മാത്രം എന്താ ഇങ്ങനെ? ഓരോ അമ്മമാർക്കും ഇത് വരാനുള്ള കാരണങ്ങൾ പലതാണ്. ഞാൻ ചാന്ദിനിയോട് സംസാരിച്ചതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് കുറേ നാളായിട്ട് ചാന്ദിനിക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. അതുപോലെ കുഞ്ഞുണ്ടായതിനു ശേഷം 9 മാസം നിങ്ങളിൽ നിന്ന് കിട്ടിയ അറ്റൻഷനും കെയറും അത് പെട്ടെന്ന് കുഞ്ഞിലേക്ക് മാത്രമായപ്പോൾ അതും അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതല്ലാതെ പല ഇമോഷണലും സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പുള്ളിക്കാരി ഒരു കാരണമില്ലാതെ കരയും, പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യാറില്ലേ? അതെ ഡോക്ടർ, അവൾക്കൊന്നിനോട് ഇപ്പോൾ ഒരു താല്പര്യമില്ല. ആഹാരം നേരെ കഴിക്കുന്നില്ല, ബന്ധുക്കളോട് നേരെ സംസാരിക്കുന്നില്ല, എന്തിനും സ്വന്തം കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കുന്നുകൂടിയില്ല. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ്. നിങ്ങളത് കാണാതെ പോയതാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ചാന്ദിനി എന്നെ സുനിലോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞുമായിട്ട് അടുക്കാൻ കഴിയുന്നില്ലെന്ന്? അന്ന് സുനിലത് ചാന്ദിനിയുടെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഡോക്ടർ, ചാന്ദിനിയുടെ ഈ അവസ്ഥ മാറില്ലേ? സുനിൽ, നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും പിന്നെ കൗൺസിലിംഗ് സെഷൻസും വഴി നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന അത്രമാത്രം കെയറും അറ്റൻഷനും ഈ ഫേസിൽ നിങ്ങൾ ചാന്ദിനിക്ക് കൊടുത്താൽ മതി. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചാന്ദിനിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മതിയുണ്ട്. മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അത്രയും കുടിക്കും. മോള് ഉറങ്ങിയില്ലേ, നീ ഈ പിൽസ് കഴിച്ചിട്ടേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ. ബൈ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ ഇതിൽ മേടിച്ചോണ്ട് വരണം. ഈ കിടന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന പല അമ്മമാർക്കും ഏറ്റവും ആദ്യം തോന്നുക ഇത് നമുക്ക് മാത്രം തോന്നുന്ന എന്തോ ഒരു കുഴപ്പമാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. ഇന്ത്യയിൽ ഏകദേശം 22% അമ്മമാർ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതാവുക, അടുപ്പക്കുറവ് തോന്നുക, ഒരു കാരണമില്ലാതെ കരയുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക,
ഒന്നിലും സന്തോഷമില്ലാതാവുക. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭർത്താവിനോടും കുടുംബത്തോടും അത് തുറന്നു പറയേണ്ടത്, അതിന് വേണ്ട സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയ്ക്ക് തനിക്ക് സ്വയം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് കുടുംബാംഗങ്ങൾ വേണം ഇവരുടെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ശാരീരികവും മാനസികവുമായ സപ്പോർട്ട് നൽകുക. പലപ്പോഴും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മമാർ കുടുംബക്കാർ തന്നെ തെറ്റിദ്ധരിക്കാനും അവർക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യ, മടിയാണെന്നൊക്കെ കുറ്റപ്പെടുത്താനും സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അമ്മമാരെ പോലെ തന്നെ ഓരോ കുടുംബാംഗങ്ങളും ഈ ലക്ഷണങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്, അതിനെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു അവസ്ഥ തീർച്ചയായും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെയും എക്സ്പേർട്സിൻ്റെ കൗൺസിലിംഗ് സെഷൻസിലൂടെയും മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ നമുക്കൊന്നല്ല 2 ജീവനുകളെയും പല ജീവിതങ്ങളെയും രക്ഷിക്കാൻ സാധിക്കും. ഇനി ഒരമ്മയും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയുള്ള പ്രോപ്പർ അവയർനെസ് ഇന്നും നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇന്നും ഇതൊക്കെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. ഇതിനൊരു മാറ്റം വരാനും ഇതിൻ്റെ സീരിയസ്നെസ് ലോകം മനസ്സിലാക്കാൻ നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് വെറും ഒരു വീഡിയോ അല്ല. ഈ വീഡിയോയ്ക്ക് പല ജീവനുകളെ രക്ഷിക്കാനും പല ജീവിതങ്ങളെ മാറ്റാനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കും. ഈ ഒരു കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കും. അതേസമയം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളൊരു ഹെൽപ്പ് ചോദിക്കാനോ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ നമുക്ക് മടിയാണ്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും എക്സ്പേർട്സിൻ്റെ സഹായം തേടുക. അതിനൊരിക്കലും മടി കാണിക്കാതിരിക്കുക. SK ടോക്സ് ഫാമിലിയുടെ ഭാഗമായി ഇതുപോലെ ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളിവർ ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന